മലയാള ചാനലിലെ ആദ്യത്തെ ചീഫ് വനിത എഡിറ്റർ. നല്ലൊരു പദവിയല്ലേ? നല്ല കാര്യം. ഓക്കെ. ബിഗ് ടി പി വേണ്ട വിധം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിയില്ല. പോരാത്തതിന് ഈ ബിഗ് ടി വി ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സാറ്റലൈറ്റ് ചാനലിലൊന്നും പ്രക്ഷേപണം തുടങ്ങിയിട്ടില്ല. അപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണാമല്ലോ. എന്ത് ചെയ്യണം? 19ാമത്തെ അടവെടുത്തും കഴിഞ്ഞിട്ട് നടന്നില്ല. ലാസ്റ്റ് 20ാമത്തെ അടവെടുത്തു. ഫാൻസി ഡ്രസ്സ് മത്സരം. ഫാൻസി ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുജ പാർവതി മേക്കപ്പ് ഇല്ലാതെ ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് ഒരു വെളുത്ത ഒരു ആങ്കറും അതുപോലെ തന്നെ സുജയും കൂടിയിട്ട് ഒരുമിച്ചുകൊണ്ട് ഇറക്കണം. അപ്പം നോക്കിയവരും കണ്ടവരൊക്കെ എന്താണ്, സുജ കറുത്ത് ഇരുണ്ട് വെയിൽ കൊണ്ട് വെള്ളത്തിൽ വീണ എലീനെ പോലെ ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇത് സുജയുടെ ഒറിജിനൽ മുഖമാണെന്ന്. നമ്മൾ സുജേനെ മേക്കപ്പ് ഇല്ലാണ്ടും മേക്കപ്പ് ഇട്ടിട്ടും കണ്ടിട്ടുള്ളതാണ്. ഈ ഇവിടെ തൃശ്ശൂർ പൂരത്തിനൂടെ വന്നിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സുജ ഈ കാണുന്ന മുഖമല്ല, ഇതിനേക്കാൾ നല്ല നിറമുണ്ട്, ഇതിനേക്കാൾ സൗന്ദര്യമുള്ള മുഖമാണ്. അപ്പോൾ അവിടുത്തെ മേക്കപ്പ് മാൻ ഇതൊരു ട്രെൻഡിങ് ആക്കാൻ വേണ്ടി ഡള്ളാക്കി മേക്കപ്പ് ചെയ്ത് ഒരു പ്രത്യേക രൂപത്തിലായിട്ട് സുജ കാർത്തികനെ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറക്കി വിട്ടു. എന്നിട്ട് സുജ എൻ്റെ നമ്മുടെ സ്റ്റോണൊന്നും മനസ്സിലായിട്ടില്ല, എൻ്റെ സ്കിന്നിൻ്റെ ടോൺ മനസ്സിലാവാത്തതിന് മേക്കപ്പ് മാൻ ശരിയായില്ല, മേക്കപ്പ് മാൻ വന്നില്ല. പക്ഷേ പെട്ടെന്ന് ഷൂട്ട് നടക്കുന്നതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ ഒറിജിനൽ മുഖത്തിൽ ഇറങ്ങിയെന്ന്. ഇതെല്ലാം ശുദ്ധ തട്ടിപ്പാണ്. ജനങ്ങളെ പറ്റിക്കാനുള്ള ബിഗ് ടി വിയിലെ ഈ സുജ കാർത്തികയുടെ ഏറ്റവും വലിയ നമ്പർ. ഇപ്പം എന്താ ഈ നമ്പർ ഏറ്റു? കാരണം എന്താ? എല്ലാവരും ഏറ്റുപിടിച്ചു, ഇതാണ് സുജയുടെ മുഖം, സുജി അതെന്നെ സമ്മതിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അത് ട്രെൻഡിങ്ങിൽ വന്നു. ബിഗ് ടി വി ട്രെൻഡിങ്ങിൽ വന്നു. ബിഗ് ടി വിക്ക് ഒരുപാട് പ്രേക്ഷകർ വന്നു. മില്യൺ കണക്കിന് പ്രേക്ഷകരാണ് ഇത് കണ്ടത്. അപ്പോൾ എന്തായി? സുജ കാർത്തികയുടെ ബുദ്ധി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആള് ഈ എഡിറ്റർ കസാര ഇനി സ്ഥിരമായി സ്വന്തമാക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. എന്തായാലും ഫാൻസി ഡ്രസ്സ് മത്സരം ഇറങ്ങിയത് നമ്മളെ പറ്റിച്ചതും ഒന്നും ശരിയായുള്ള ഒരു നടപടിയല്ല. സത്യസന്ധമായിട്ടുള്ളൊരു മുഖമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മേക്കപ്പ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളെ വിഡ്ഢികളാക്കാവുന്ന ഒരു വ്യാമോഹമാണ് സുജ കാർത്തിക പയറ്റിയത്. പക്ഷെ അത് ഏറ്റു. സംഗതി ട്രെൻഡിങ്ങിൽ വന്നു, ഏറ്റു. പക്ഷെ അറിയണവർക്ക് അറിയാം, സുജേനെ അടുത്ത് അറിയണവർക്ക് അറിയാം സുജയുടെ മുഖം ഇങ്ങനെയല്ല എന്നുള്ളത്. അപ്പോൾ അത് ജനങ്ങളും കൂടി അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്.